കണ്ണൂർ പാനൂരിൽ CPIM നേതാക്കൾക്ക് ലഹരി കൊട്ടേഷൻ സംഘങ്ങളുടെ പരസ്യ ഭീഷണി. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലവിളി നടത്തി എന്നാണ് പരാതി. അരയാക്കൂലിൽ ലഹരി വിരുദ്ധ പരിപാടിക്ക് പിന്നാലെയായിരുന്നു ഈ സംഭവം. CPIM ചമ്പാട് ലോക്കൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, ലഹരി കൊട്ടേഷൻ സംഘങ്ങൾ നാട്ടിൽ വല്ലാത്ത അരാജകാവസ്ഥ സൃഷ്ടിക്കുകയാണ്. ഇവർ പലപ്പോഴും ലഹരി സംഘങ്ങൾക്ക് കടിഞ്ഞാണിടാൻ നോക്കുമ്പോൾ ഭീഷണി മുഴക്കുന്നതും ആക്രമണം നടത്തുന്നതും ഒക്കെ ഒരു തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത അത് തന്നെയാണല്ലേ? രണ്ട് ദിവസത്തിനിടെ രണ്ട് ജനപ്രതിനിധികൾക്കാണ് ലഹരി കൊട്ടേഷൻ മാഫിയകളിൽ നിന്നും ഇത്തരത്തിൽ ഭീഷണി ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഈ മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് നേരെ ഇത്തരത്തിൽ വധഭീഷണി ഉണ്ടായിരുന്നു. അവിടെ സമാനമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അത്തരത്തിലൊരു അറസ്റ്റിലായ ഒരു പ്രതിയായിരുന്നു ഈ വധഭീഷണി മുഴക്കിയത്. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാനൂരിലും ഉണ്ടായിരിക്കുന്നത്. DYFIയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച അരയാക്കൂലിൽ ടൗൺ കേന്ദ്രീകരിച്ച് ഒരു ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിക്ക് നേതൃത്വം നൽകിയത് പന്ന്യന്നൂർ പഞ്ചായത്തിലെ അംഗമായിരുന്ന K ബിജു എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് നേരെയാണ് ആദ്യം ഈ ലഹരി കൊട്ടേഷൻ സംഘാംഗങ്ങൾ ചേർന്ന ഭീഷണി മുഴക്കുന്നത്. നടുറോട്ടിൽ തടഞ്ഞു വെക്കുകയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ സംഭവം അറിഞ്ഞ് ലോക്കൽ സെക്രട്ടറി, ചമ്പാട് ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അവർക്ക് നേരെയും ഈ കൊട്ടേഷൻ സംഘങ്ങൾ അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ ഭീഷണി ഉണ്ടാവുന്നു. അവർ കാറിലാണ് എത്തിയത്. ആ കാറിൽ നിന്നും മാരകായുധങ്ങൾ എടുക്കൂ, ഈ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ വധിക്കൂ എന്നൊരു നിർദ്ദേശമൊക്കെ ഈ ലഹരി മാഫിയയിലെ സംഘാംഗങ്ങൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കയ്യേറ്റം പോലും എത്തിയ ഈ ഒരു സംഘർഷ സാധ്യതയായിരുന്നു ആ നിമിഷം ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ അവിടെ നിന്നും പാനൂർ പോലീസ് സ്ഥലത്തെത്തുന്നു. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ വാഹനത്തിൽ മാരകായുധമുണ്ട് എന്നൊരു നിർദ്ദേശം പോലീസ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ആ വാഹനം പരിശോധിക്കണം എന്നായിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ ആവശ്യം. പക്ഷേ അത്തരത്തിൽ പാനൂർ പോലീസ് വാഹന പരിശോധനയ്ക്ക് തയ്യാറായില്ല. മറിച്ച് ഈ സംഘർഷം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട ഈ ലഹരി സംഘത്തോട് മടങ്ങിപ്പോവാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ലോക്കൽ സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ വ്യാപകമായി ലഹരിക്കടത്തും ലഹരി വിൽപ്പനയും പ്രത്യേകിച്ച് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരി വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലും സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലുമൊക്കെ ലഹരി വിരുദ്ധ പരിപാടികൾ സജീവമാക്കുന്നത്. അതിലാണ് ഇത്തരത്തിൽ പ്രതിനിധികൾക്ക് നേരെയും രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെയും ഒക്കെ ലഹരി സംഘങ്ങളുടെ ഭീഷണി വരുന്നത് എന്നുള്ളതാണ് നിർണായകമായ കാര്യം. കണ്ണൂരിൽ ഇത് രണ്ടാമത്തെ കേസാണ്. ഉറപ്പായും ഈ എക്സൈസും പോലീസും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമ്പോൾ അതിനൊപ്പം ചെയ്യേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈ ഇത്തരം ലഹരി സംഘങ്ങൾ അവരുടെ വിൽപ്പന തടസ്സപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, അത് കാരണം അവർ ഉണ്ടാക്കുന്ന ഭീഷണി. മറ്റേത്, ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾ, അവർക്ക് ലഹരി കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത. ഇതിനെല്ലാം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ പ്രവർത്തനത്തിലേക്ക് പോവേണ്ടതുണ്ട്. റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുടെ പ്രവർത്തനം ശക്തമാക്കുക, അത്തരത്തിലൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കേണ്ടതുണ്ട്. കാരണം അത്രയധികം ലഹരി നമ്മുടെ സമൂഹത്തിൽ വേരാഴ്ത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കണ്ണൂരിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സരീഷ് PK.